ഈയിടെയായിട്ട് പാറുവിന്റെ സ്വഭാവം തീരെ ശരിയാണ്. ചില ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല. പാറുവേ ഇവിടെ നിന്ന് പോയപ്പോഴേ ഒരു ഡയലോഗ് അടിച്ചിട്ട് പോയി. എന്ത് ഡയലോഗ്? വിഷമിച്ച് പോയത് തന്നെയാണ്. ഹലോ, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പാറമട വീട്ടിൽ വീണ്ടും ശോകം. അതേ കൂട്ടുകാരി, നമ്മുടെ പാറുക്കുട്ടി ആകപ്പാടെ ശോകമാണ്. നമ്മുടെ സിദ്ധുവായിട്ട് വഴക്കിടുന്നുണ്ട്. സിദ്ധുവിനാണെങ്കിൽ അത് സഹിക്കാൻ പറ്റാതെ വീട് വിട്ട് പോകുന്നുണ്ട്. അങ്ങനത്തെ കുറെ രംഗങ്ങളാട്ടോ. നമ്മുടെ പാറുക്കുട്ടി സിദ്ധു അളിയനോട് എന്തോ കാര്യം മേടിക്കാൻ പറഞ്ഞു. നമ്മുടെ സിദ്ധു അളിയൻ പെട്ടെന്ന് അത് മറന്നുപോയി. അപ്പൊ പാറുക്കുട്ടി ആണെങ്കിൽ സിദ്ധു അളിയനെ കാണുമ്പോൾ തന്നെ അത് മേടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു അളിയൻ അയ്യോ ഞാൻ മറന്നുപോയി അളിയ എന്നിങ്ങനെ പറയുന്നുണ്ടേ. അപ്പൊ തന്നെ നമ്മുടെ ഗൗരിയമ്മായി അല്ലെങ്കിലും സിദ്ധു അളിയൻ പാറുളിയന്റെ കാര്യം മറക്കും എന്നിങ്ങനെ കളിയാക്കി പറയുന്നുണ്ട്. ഇത് കേട്ടപാട് നമ്മുടെ പാറുവിന് ദേഷ്യം കയറി മുറിയിൽ പോയി വാലൊറ്റ അടയടച്ച് ഇങ്ങനെ ഇരിക്കുന്നൊക്കെ ഉണ്ടേ. അപ്പൊ എല്ലാവരും കൂടെ നമ്മുടെ സിദ്ധുവിനെ കുറ്റപ്പെടുത്തുവാട്ടെ. എന്താ സിദ്ധു, അവളൊരു കാര്യം പറഞ്ഞതല്ലേ, അത് മേടിക്കേണ്ടില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുക. ലാസ്റ്റ് നമ്മുടെ സിദ്ധുവിന് ഈ കുറ്റപ്പെടുത്തലുകളൊക്കെ സഹിക്കാൻ പറ്റാതെ എന്താ പറയാ ഗൗരിയമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഞാൻ എന്റെ മോളെപ്പോലെയല്ലേ പാറുവിനെ കരുതുന്നേ, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് സിദ്ധു അളിയൻ കണ്ണ് നിറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ടേ. ഈ സിദ്ധു ഇങ്ങനെ പോകുന്നത് നമ്മുടെ ലച്ചു കണ്ടിട്ട് ഓടി വന്നിട്ട് നമ്മുടെ ഗൗരിയമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മായി സിദ്ധു എന്താ പറഞ്ഞേ, എങ്ങോട്ടേ സിദ്ധു പോയേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗൗരിയമ്മായി പറയുന്നുണ്ട്, സിദ്ധു ഒരു കാര്യം പറഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞിട്ട് എവിടെ നിന്ന് ഇറങ്ങി പോയേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ലച്ചുവിനും ഭവാനിയമ്മയ്ക്കും ഭയങ്കര സങ്കടമാവും കേട്ടോ. ഈവൻ പാറുക്കുട്ടിക്ക് പോലും ഭയങ്കര സങ്കടമാവേ. അതായത് സ്വന്തം മോളെ പോലെയല്ലേ ഞാൻ പാറുവിനെ നോക്കിയിരുന്നേ എന്ന് നമ്മുടെ സിദ്ധു പറഞ്ഞത് നമ്മുടെ ഗൗരിയമ്മായി ഇവരോട് പറയുകയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്ന ഒരു രംഗങ്ങളാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കേശു ഇല്ല കേട്ടോ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.